ഹായ് ഫ്രണ്ട്സ് ടൂർ കേട്ടുപ്പാ നമ്മളെ ഹീറോയുടെ പേര് ഞാൻ കുറച്ച് പറയോ. അതുമാത്രമല്ല വണ്ടിയിൽ കയറിക്കോ ഗുരുജിൻ്റെ കുറച്ച് ആൾക്കാർ അതിൽ കുറച്ച് ഗ്ലേഡിയേഴ്സും ഉണ്ട്. അത് ഹീറോയിൻ കൂടെ കാറ് പറഞ്ഞ ഒരു സീറ്റ് എക്സ്ട്രാ ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഗുരുജി അങ്ങനെയായിട്ട് ഹീറോയി പറയാൻ തുടങ്ങി. മച്ചി എന്താ ചെയ്യുക, ഹീറോ പുറകിൽ പറ്റിയിരുന്നു. അതെ ഒരു മന്ത്രവാദി അതിൽ ഇരുന്ന് മന്ത്രം പറയാൻ തുടങ്ങിയായിരുന്നു. ഒരു മന്ത്രം കേള് അങ്ങനെ മന്ത്രം പറഞ്ഞ് വണ്ടിയിൽ കയറി. അങ്ങനെയായിട്ട് ബോയ്സ് പോകുമ്പോൾ ഒരു ശിഷ്യൻ ഗുരുജീൻ്റെ അങ്ങനെയായിട്ട് അതിൽ സീറ്റ് എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് മന്ത്രം പറഞ്ഞു. അങ്ങനെ ഒരു കാർ സ്റ്റാർട്ടായി. അതുകൊണ്ട് ഹീറോയിൻ്റെ വണ്ടി അങ്ങനെ അവരുടെ വണ്ടി സ്റ്റാർട്ടായി പോയി. ഗുരുജിൻ്റെ വണ്ടി ഫോളോ ചെയ്ത് പോയിരുന്നു. അങ്ങനെയായിട്ട് നിറയെ പ്രേതങ്ങളുണ്ടാവും നൈറ്റ് റോഡ് സൈഡും വണ്ടിയിൽ പ്രേതം. അങ്ങനെ ഒരു മന്ത്രം പറഞ്ഞു. മന്ത്രം മാത്രമല്ല CD അത് വെച്ച് ഇങ്ങനെ ഒരു ബ്ലൂടൂത്തിൽ കൊടുത്തായിരുന്നു. അത് പാടുന്നിടത്തോളം ഉണ്ടാവും. ഇതിൽ നിറയെ ഉണ്ട്. ഞങ്ങൾ പാടാൻ പിന്നെ അത് ഓൺ ചെയ്യാം. പിന്നെ ശിഷ്യരിക്കും മതി കുറച്ച് വച്ച പിന്നെ അത് ഓണാക്കും. അതിന് മന്ത്രം പറഞ്ഞു. അങ്ങനെയൊക്കെ അതേ മതി ഹീറോയിൻ്റെ വണ്ടിയിൽ. അങ്ങനെയായിട്ട് ഹീറോയിനോട് ഒരു മന്ത്രം എന്നെ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞും കൊണ്ടും അതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയായിട്ട് വണ്ടി സ്റ്റാർട്ടായി ഓട്ടിപ്പോയി. അങ്ങനെയായിട്ട് എങ്ങനെയാണ് ഗുരുജിൻ്റെ ഗുരുജി ഉള്ള പ്ലേസിലേക്ക് എത്തി. അവിടെ ഒരു പ്രേതം വരില്ല. അങ്ങനെയായിട്ട് ഗുരുജി പറഞ്ഞു, മക്കളെ നിങ്ങൾ വാ അകത്ത് വാ, ഇപ്പോൾ ഒരു പ്രേതം വരില്ല. അങ്ങനെ അപ്പോൾ പ്രേതം പുറകിൽ ഫോളോ ചെയ്ത് വന്നായിരുന്നു. അങ്ങനെ പ്രേതം അകത്ത് വരാൻ ട്രൈ ചെയ്തായിരുന്നു. നിറയെ പ്രേതങ്ങളുണ്ട്. അവിടെയുള്ള ബാത്റൂമിലുണ്ടായിരുന്നു. ആ പ്രേതം വന്നു. ആ പ്രേതത്ത് അതിൽ ബോസ് മാത്രമായിരുന്നു പ്രേതക്ക് ടെൻഷനായിരുന്നു. ഇങ്ങനെ അകത്ത് വരാൻ ട്രൈ ചെയ്ത് ഒന്നും ചെയ്യില്ല. ഷോക്ക് അടിച്ച് അവിടേക്ക് പോയി. അതുകൊണ്ട് ശരി ഓക്കെ. അങ്ങനെ ഗുരുജീൻ്റെ അടുത്ത് കേട്ടായിരുന്നു. എന്താ ഗുരുജി നിങ്ങളെന്താ പറഞ്ഞത്, നിങ്ങൾ എന്തിനായിട്ടാണ് വന്നത്, ആ പ്രേതത്തിൻ്റെ നാളാണ് എന്ന് പറഞ്ഞു. ഹിറേ ഷോക്കായി. പ്രേതത്തിൻ്റെ നാളാ? ഇതാരാ? അത് ഇവളാണ് പേര് പറയായിരുന്നു. നീ അവിടെ ഇതാക്കുന്നത്? ഇല്ല ഞാൻ ട്രിപ്പ് വന്നതാ എന്ന് പറയായിരുന്നു. ട്രിപ്പാ? അതെ എന്ന് പറഞ്ഞു. ആ കുട്ടിക്കും കുട്ടി അതിലൊരു ദീദിയുണ്ട്, ആ വലിയ ദീദി. അങ്ങനെ ആ ദീദിനെ കൂടെ ഒരാൾക്ക് സിസി ഗേളിന് അയച്ചായിരുന്നു. അങ്ങനെ 4 വണ്ടി പുറപ്പെട്ടായിരുന്നു. എന്നിട്ട് വണ്ടിയിലകത്ത് അവർ ഫോളോ ചെയ്ത് അവർക്കൊരുണ്ടായിരുന്നു. പിന്നെ ഗുരുജി പറയുന്നത് ഞാൻ ഫ്ലാഷ് ബാക്ക് ഗുരുജി ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചാൽ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. ഗുരുജി ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തുടങ്ങി. നമുക്കിപ്പോൾ സ്റ്റോറിക്ക് പോവാം. ആ പാത്രം പോലുള്ള പ്രേതത്തിൻ്റെ പേരാണ് മീനാക്ഷി പറഞ്ഞ ഒരു സാധാരണ ഗേളല്ല. ഒരു നല്ല പഠിക്കുന്ന നല്ല ടാലൻറ്റ്. അതുമാത്രമല്ല നല്ല പഠിക്കുന്ന നല്ല ഡാൻസർ, നല്ല സിംഗർ. അതുമാത്രമല്ല ഇങ്ങനെയായിട്ട് രാത്രി നിറയെ ബോയ്സ് അവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ഗേളാണ്. പ്രപ്പോസ് ചെയ്തായിരുന്നു. അവൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഒരു ദിവസം അവൾ സ്കൂട്ടറിൽ വന്നായിരുന്നു. നെക്സ്റ്റ് അവൾക്ക് മാരേജാണ്. അതുകൊണ്ട് അവൾക്ക് എൻഗേജ്മെൻറ്റ് നടന്നായിരുന്നു. ഭയങ്കര ഹാപ്പിയിൽ മാരേജ് അയച്ചതായിരുന്നു. അവൾക്ക് ഫിയാൻസി ഉണ്ടായിരുന്നു. മാത്രം അവൾക്ക് അറേഞ്ച് മാരേജാണ്. അതുകൊണ്ട് അവൾ കുറച്ച് സാഡ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ അങ്ങനെയായിട്ട് നടന്നുകൊണ്ട് വരുമ്പോൾ കുറച്ച് ബോയ്സ് അവൾ മാരേജ് കഴിക്കാൻ ചെക്കൻ ഇവളെ പണത്തിന് വേണ്ടി മാരേജ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവളെ പിടിച്ച് മിരട്ടി അങ്ങനെ പിടിച്ച് തല്ലി അവളെ സൈഡിലിടിപ്പിച്ച്. അങ്ങനെ കുറച്ച് ബോയ്സ് കൂടെ അവളെ കുറച്ചുകൂടി അവനും അവളെ കൂടെ സ്റ്റേ ചെയ്തു. പിന്നെ ബാക്കി മെമ്പേഴ്സ് എല്ലാം അവൾ സ്റ്റേ ചെയ്ത് റേപ്പ് ചെയ്തു. അതുകൊണ്ട് അവൾ അങ്ങനെയായിട്ട് ബാത്റൂമിലിട്ട് അവളെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് ബാത്റൂമിലാണ് അവൾ ആത്മാവ് പ്രേതം ഉള്ളത് എന്ന് പറയായിരുന്നു. ശരി, അതുമാത്രമല്ല അപ്പോൾ ഗുരുജി ഇതാണ് നടന്നത്. അവനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയാണ് ആ പ്രേതം അളിയുന്നത് എന്ന് പറയായിരുന്നു. അപ്പം നമ്മളെന്നെ അത് ടോർച്ചർ ചെയ്യുന്ന എന്ന് പറയായിരുന്നു. അങ്ങനെ പറയാൻ തുടങ്ങി. അവൾ ബോഡി തേടാതാണ് എന്ന് പറയുന്നു. ശരീരം തേടാണ്. അവനെ എടുത്തു പോകാൻ വേണ്ടിയിട്ട് ഒരു ആത്മാവക്ക് കറക്റ്റ് ഒരു ബോഡി വേണം. അത് പറഞ്ഞായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. ആരെ ശരീരത്തിൽ പോകുന്നൊക്കെയത് ഗേൾസിൻ്റെ ശരീരത്തിൽ പോകുന്നൊക്കെയാണ്. ഞാൻ ഹീറോയിനെ നോക്കിയിട്ട് പറയുന്നത് നിൻ്റെ ശരീരത്തിൽ അവൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് ഫാത്തിമ നോക്കായിരുന്നു. സീനിയർ ഉണ്ടായിരുന്നു. ആ സീനിയറിൻ്റെ നോക്കുമായിരുന്നു. ആദ്യമല്ല സീനിയറിനെ നോക്കുമായിരുന്നു. സീനിയറിൻ്റെ ശരീരത്തേക്ക് ആ പ്രേതത്തേക്ക് കൂടനാക്കും. സീനിയറിൻ്റെ കറക്റ്റ് ഹൈറ്റുണ്ട് ആ പ്രേതം. ഇത് പറഞ്ഞിട്ട് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ആ സീനിയർ ഷോക്കായിരുന്നു. എന്താ എൻ്റെ ദേഹത്തേക്കാ? അത് മാത്രമല്ല ആ പ്രേതത്തേക്ക് ഒരേ ഒരു പ്രശ്നം. എന്താ നിൻ്റെ ദേഹത്തേക്ക് കൂടാൻ പറ്റില്ല. എന്താ പറയുന്നത്? നീ എന്തോ മന്ത്രത്തിൻ്റെ എന്തോ ചരട് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ ദേഹത്ത് വരാൻ പറ്റില്ല. അവളുടെ ദേഹത്ത് വരില്ല.
അപ്പോൾ ബോയ്സിനെ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, അതെ അവരെ വെച്ചിട്ട് അവരൊരു ദേഹത്തിൽ കൂടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. ഇതാണ് പ്ലാൻ. അത് മാത്രമല്ല അവർ കാണാൻ നല്ല സുന്ദരന, അതുമാത്രമല്ല അവരെ കണ്ട് ആ പ്രേതത്തിക്ക് ഇഷ്ടപ്പെട്ടു. അവരെ ആത്മാവെടുത്ത് ആ പ്രേതം പോവും. ഇത് പറയുന്നത് ഹീറോയ്ക്ക് ഷോക്കായി. എന്താ എൻ്റെ ക്രഷ്മാർ, അതൊന്നും നടക്കാൻ പാടില്ല. ഹീറോ മനസ്സുകൊണ്ട് അവരെ രക്ഷിക്കണം, അതൊന്നും വിഷമിക്കേണ്ട എന്ന് പറയുന്നു. ഹീറോ മനസ്സുള്ളത് പറയുന്നതായിരുന്നു. ഇത് ഗുരുജിക്ക് മനസ്സിലായിരുന്നു. ശരി മാ, അങ്ങനെ പറഞ്ഞ് അങ്ങനെയായിട്ട് ഗുരുജി പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെയായിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ശരി ഓക്കെ, നിങ്ങൾക്കിപ്പോൾ പ്രശ്നമില്ല. ആ പ്രേതത്തെ അലിക്കാൻ ഒരേ ഒരു വഴിയുള്ളത് എന്താ പറഞ്ഞോ എന്ന് പറയുന്നു. ശരി ഗുരുജി പറഞ്ഞു ശരി ഞാൻ പോകുന്ന പ്ലേസിലാണ്, അത് ഇപ്പോൾ പോകണ്ട, നിങ്ങൾ രാവിലെ പോയിക്കോ. രാവിലെ പോയി അവരാരാ എന്താണ് നിങ്ങൾ പോയി കണ്ടുപിടിച്ചോ. കണ്ടുപിടിച്ചിട്ടാ പിന്നെ ഗുരുജി പറഞ്ഞു ഞാനില്ല പറഞ്ഞു എനിക്ക് ആ പ്ലേസ് അറിയും. പിന്നെ മന്ത്രത്തിൽ അത് കണ്ടുപിടിച്ച് ഏരിയയിൽ അയച്ചിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. രാവിലെ അവൻ വെയിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ രാവിലെ ആകുമ്പോൾ വെയിറ്റ് ചെയ്ത് ഇത് അങ്ങനെ ഗുരുജി ഒരു പേപ്പർ കൊടുത്തു, ഒരു മാജിക് പേപ്പർ. ഇത് മാജിക് പേപ്പറാണ്, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരു മാപ്പാണ്, നിങ്ങൾക്ക് വഴി കാട്ടിത്തരും എന്ന് ഗുരുജി പറഞ്ഞു. ഇത് കേട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു കറക്റ്റ് ഡാമാണ് നിങ്ങൾ വന്ന് നിർത്തണം. അതെ 5 മണി, അതെ 5 മണിയാകുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഇവിടേക്ക് എത്തണം. 5 മണിയാകുന്ന മുമ്പ് 5 മണിയായ പ്രശ്നം സ്റ്റാർട്ടാവും. നിങ്ങൾ 5 മണിയാകുന്ന മുമ്പ് വന്ന് എത്തണം, മനസ്സിലായില്ലേ? ശരി ഓക്കെ, 5 മണിയാകുമ്പോൾ പ്രശ്നം സ്റ്റാർട്ടാവും, മനസ്സിലായോ? ആ വഴിയിലാണ് വരുന്നത്, നിങ്ങൾ സൂക്ഷിച്ച് കേട്ടോ, മനസ്സിലായോ? ഇപ്പോൾ പുറപ്പോട്ട് അങ്ങനെയായിട്ട് പറഞ്ഞു. ഉച്ചയാകുമ്പോൾ വരാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ശരി ഓക്കെ പറഞ്ഞ് ഹീറോയിൻ അങ്ങനെ അവിടുന്ന് പോയി. അങ്ങനെ ആ പെണ്ണിൻ്റെ വീട് കണ്ടുപിടിച്ച് അതകത്ത് പോയി. അങ്ങനെ പെണ്ണിൻ്റെ ഫോട്ടോ അത് മാറിയിട്ട് അവർ ഉപ്പ ഉമ്മ ഭയങ്കര സാഡായിരുന്നു. നടന്ന കാര്യം കേട്ടോ, അവളെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്ന് ഉപ്പ ഉമ്മയോട് കേട്ടായിരുന്നു. അങ്ങനെ റൂം പോയിട്ട് നോക്കുമ്പോൾ ഒരു ഡയറി കിട്ടിയായിരുന്നു. ആ ഡയറി എടുത്തോണ്ട് ഹീറോയി വന്നു. പിന്നെ അവൾ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു. പിന്നെ അവരുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഫ്രണ്ട്സിനോട് കോൾ ചെയ്ത് പറഞ്ഞു ശരി ഓക്കെ, അവിടെ ഫ്രണ്ട്സ് ബാക്കിയുണ്ട്, നിങ്ങൾ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞത്. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്നാൽ അവിടെ ബാക്കി ഫ്രണ്ട്സ്, ഗേൾസ് ബോയ്സ് ഫ്രണ്ട്സ് എല്ലാം ഹീറോയിൻ ഇങ്ങനെ വണ്ടിയിലിട്ട് കൊണ്ടുപോയെന്നായിരുന്നു. അമ്പലത്ത് വന്നെത്തി.